So in today's class we are planning to discuss about the macro processing algorithm in detail. These are the different data structures present within macro processing, and one is the name tab, and another one is the definition tab, then argument tab. So the definition tab is used for storing the actual definition of the macro, for example that contain a macro rdbuff with all these prototype, then the body of the macro till the end, but the only change is the parameters present within this body are replaced with its positional value. Here td question mark 1, that is 1 is corresponding to this parameter. Similarly here question mark 2, that corresponds to this parameter, like that. Then similarly corresponding to all the macro definitions, there will be an entry within the macro definition table, and another table is name tab, that will store the name of the macros present within this program. So for example rdbuff is there, then there will be two pointers. First pointer will point to starting point within the definition table where that the definition is present. Then the second pointer will point to end of the definition. നമ്മൾ നേരത്തെ മാക്രോ ഡെഫിനിഷൻ ഇങ്ങനെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റിലോട്ട് പോയിന്റ് ചെയ്യുന്നൊരു പോയിന്റർ ഉണ്ടാവും, ലാസ്റ്റിലോട്ട് പോയിന്റ് ചെയ്യുന്നൊരു പോയിന്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വേറെയും മാക്രോസ് ഉണ്ട്, അതിൻ്റെ എല്ലാം പേര് നെയിംസ് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി സ്റ്റോർഡ് വിത്തിൻ ദി നെയിം ടാബ്. ദെൻ ആർഗ്യുമെൻറ്റ് ടാബ് എന്നുള്ളത് എന്താണ്, മാക്രോ ഇൻവോക്കേഷൻ ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. മാക്രോ ഇൻവോക്കേഷൻ്റെ കേസിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്താണുള്ളത് ആ ആർഗ്യുമെൻറ്റ്സിനെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അതേ ഓർഡറിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിന് ഫസ്റ്റ് ലൊക്കേഷൻ, നെക്സ്റ്റ് ലൊക്കേഷൻ, ലൈക്ക് ദാറ്റ്. And that will be used during the macro invocation, macro expansion. അത്രയാണ് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചിരുന്നത്. So now we can consider the macro processing algorithm in detail. So this is the general outline corresponding to the macro processing algorithm. We have designed or we have developed this algorithm in with different modules. One is main module, then there is a process line module, get line module, define module, and expand module. And the starting point is main module or main program that contains iterations of get line and a process line. And the get line is just to read line of text from either from definition tab or from the input file. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗെറ്റ് ലൈൻ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഈ പ്രോസസ്സിന് ഈ മാക്രോ പ്രോസസ്സർ അൽഗോരിതത്തിനെ ഒരു മോഡുലാറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മെയിനകത്തുള്ള ഒരു വൺ ഓഫ് ദി ഫംഗ്ഷൻ ഈസ് ഗെറ്റ് ലൈൻ. സോ ഇതാണ് ഗെറ്റ് ലൈൻ എന്നുള്ള പ്രൊസീജിയർ. അപ്പോൾ ഈ ഗെറ്റ് ലൈനകത്ത് എന്തൊക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എക്സ്പാൻഡ് ചെയ്യുന്ന ഫേസ് ആണെങ്കിൽ ഗെറ്റ് ദി നെക്സ്റ്റ് ലൈൻ ടു ബി പ്രോസസ്ഡ് ഫ്രം ഡെഫിനിഷൻ ടാബ്. അതല്ല നോർമൽ കേസിലാണെങ്കിൽ എന്ത് ചെയ്യും, റീഡ് നെക്സ്റ്റ് ലൈൻ ഫ്രം ഇൻപുട്ട് ഫയൽ. ഇൻപുട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഈ എന്താണ് മാക്രോ പ്രോസസ്സറിനുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോഴ്സ് പ്രോഗ്രാം ദാറ്റ് കണ്ടെയ്നിങ് മാക്രോ ഡെഫിനിഷൻസ് ആൻഡ് മാക്രോ കോൾസ്. ഓക്കെ, ദെൻ അതാണ് ഗെറ്റ് ലൈനകത്ത് ജസ്റ്റ് ഒരു ലൈൻ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഇൻപുട്ട് ടെക്സ്റ്റ് ഫയൽ നമ്മുടെ സോഴ്സ് ഫയലിൽ നിന്ന് റീഡ് ചെയ്യുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡെഫിനിഷൻ ടാബിളിനകത്ത് നിന്ന് റീഡ് ചെയ്യുക. ഈ പ്രോസസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രോസസ് ലൈൻ എന്നുള്ള പ്രൊസീജിയർ. അതിനകത്തുള്ള ദാറ്റ് വിൽ കോൾ ഡിഫൈൻ ആൻഡ് എക്സ്പാൻഡ്. ഡിഫൈൻ നെയിം എക്സ്പാൻഡ് നെയിം ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇൻ്റർലീവ് ചെയ്തിട്ട് കോൾ ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് ദി സോഴ്സ് ലൈൻ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഡിഫൈനകത്ത് ചെയ്യുന്നത് എന്താണ്, മേക്ക് അപ്രോപ്രിയേറ്റ് എൻട്രീസ് ഇൻ ഡെഫിനിഷൻ ടാബ് ആൻഡ് നെയിം ടാബ്. ഓരോ മാക്രോ ഡെഫിനിഷൻ കറസ്പോണ്ടിങ് ആയിട്ടും എന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റ് എൻട്രീസിനെ ഡെഫിനിഷൻ ടേബിളിനകത്തും നെയിം ടേബിളിനകത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡിഫൈൻ പ്രൊസീജിയർ ചെയ്യുന്നത്. എക്സ്പാൻഡിനകത്ത് ആക്ച്വൽ എക്സ്പാൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. സെറ്റപ്പ് ആർഗ്യുമെൻറ്റ് വാല്യൂസ് ഇൻ ആർഗ്യുമെൻറ്റ് ടാബ്, എക്സ്പാൻഡ് എ മാക്രോ ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്തും ഐറ്ററേഷൻസ് ഓഫ് ഗെറ്റ് ലൈൻ ആൻഡ് പ്രോസസ് ലൈനാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യാം. ഓക്കെ, so this is the detailed algorithm.
ഓരോ മൊഡ്യൂളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ മെയിൻ പാർട്ടിനകത്ത് ദിസ് ഈസ് അവർ മെയിൻ പാർട്ട്. Begin macro processor expanding. Here actually expanding. This is G. Expanding is equal to false. Currently expand ചെയ്യില്ല എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലാഗ് പോലെയാണ്. Then while opcode not equal to end, do begin get line process line. അപ്പോൾ ഇതിങ്ങനെ ഒരു വൈൽ ലൂപ്പിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് സോഴ്സ് ഫയലിൻ്റെ എൻഡ് ആവുന്നത് വരെ ഗെറ്റ് ലൈൻ പ്രോസസ് ലൈൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഈ ഗെറ്റ് ലൈനകത്ത് എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഗെറ്റ് ലൈൻ എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ പ്രൊസീജിയർ ദാറ്റ് വിൽ റീഡ് എ ലൈൻ ഓഫ് ടെക്സ്റ്റ് ഐദർ ഫ്രം ഡെഫിനിഷൻ ടാബ് ഓർ ഫ്രം സോഴ്സ് ഇൻപുട്ട് ഫയൽ. ഇപ്പോൾ എക്സ്പാൻഡിങ്ങിൻ്റെ മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? അതായത് എക്സ്പാൻഡിങ് എന്നുള്ള ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ലൈൻ എടുക്കുന്നത് ഡെഫിനിഷൻ ടേബിളിനകത്തു നിന്നായിരിക്കും. അതല്ല എക്സ്പാൻഡിങ് എന്നുള്ളതിൻ്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ സോഴ്സ് ഇൻപുട്ട് ഫയലിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. ദിസ് വൺ ഓക്കെ, ദിസ് ഈസ് ഗെറ്റ് ലൈൻ. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇഫ് എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു 1, അതാണ് എക്സ്പാൻഡിങ് എന്നുള്ള ഉദ്ദേശിച്ചത്. Get next line from macro definition, next line of macro definition from definition table. Substitute arguments from arg tab for positional notation. അത്രയും ചെയ്യും. അതല്ല എക്സ്പാൻഡിങ് ഫാൾസ് ആണെങ്കിൽ റീഡ് നെക്സ്റ്റ് ലൈൻ ഫ്രം ഇൻപുട്ട് ഫയൽ. ഓക്കെ, ഇനി പിന്നെ ഗെറ്റ് ലൈനിന് ശേഷം അടുത്ത് എന്താ ചെയ്യുന്നത്? പ്രോസസ് ലൈൻ എന്നുള്ളതാണ്. പ്രോസസ് ലൈൻ എന്നുള്ള ഇതാണ് പ്രൊസീജിയർ. ഇവിടെ സെർച്ച് this is actually name tab. Name tab there is a mistake, typo mistake. So search name tab for opcode. Name tabനകത്ത് എന്താ ഉള്ളത്? മാക്രോൻ്റെ ഡെഫിനിഷൻസ് ആണുള്ളത്. അപ്പം ഇപ്പോൾ വന്നിട്ടുള്ള ഓപ്കോഡ് ഒരു മാക്രോ നെയിം ആണെങ്കിൽ നമുക്ക് എന്താണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് സെർച്ച് നെയിം ടാബ് ഫോർ ഓപ്കോഡ് ഈ ഫൗണ്ട് എക്സ്പാൻഡ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഒരു മാക്രോ ഇൻവോക്കേഷൻ ആണ് വന്നിട്ടുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമുക്ക് മാക്രോ കോൾ അല്ലെങ്കിൽ മാക്രോ ഇൻവോക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇഫ് ഓപ്കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ എന്ന് കാണുകയാണെങ്കിൽ എൻ്റെ മീനിങ് എന്താണ്? മാക്രോ ഡെഫിനിഷൻ ആണ് വന്നിട്ടുള്ളത്. മാക്രോ ഡെഫിനിഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ടു ദി ഡിഫൈൻ പ്രൊസീജിയർ. അതായത് ആ മാക്രോനെ എന്ത് ചെയ്യണം? ഡെഫിനിഷൻ ടേബിളിനകത്തും അതുപോലെ നെയിം ടേബിളിനകത്തൊക്കെ എൻട്രി ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ ഡിഫൈൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും അല്ലെങ്കിൽ എന്താണ്? നോർമൽ സോഴ്സ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? റൈറ്റ് സോഴ്സ് ലൈൻ ടു ദി എക്സ്പാൻഡഡ് ഫയൽ. അപ്പോൾ സോഴ്സ് ഫയൽ ഇൻപുട്ട് ഫയലിനകത്തുള്ള അതുപോലെ എന്ത് ചെയ്യും? എക്സ്പാൻഡഡ് ഫയലിനകത്തോട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടെന്നർത്ഥം. ഇപ്പോൾ ഒരു ലൈനിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്ത് ചെയ്യും? നെയിം ടാബിനകത്ത് സെർച്ച് ചെയ്യും. കാരണം അതൊരു മാക്രോ കോൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നെയിം ടാബിനകത്ത് ആ ഓപ്കോഡ് പാർട്ടിനകത്തുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, ദിസ് ഈസ് എ മാക്രോ കോൾ, സോ വി ഹാവ് ടു പെർഫോം ദി എക്സ്പാൻഷൻ. അതല്ല അത് മാക്രോ എന്നാണ് അവിടെ കാണുന്നതെങ്കിൽ അതെന്താ അതിൻ്റെ മീനിങ്? ദിസ് ഈസ് എ മാക്രോ ഡെഫിനിഷൻ, സോ വി ഹാവ് ടു എൻട്രി ദി കറസ്പോണ്ടിങ് വാല്യൂസ് മാക്രോ ഡെഫിനിഷൻ ഇൻ ടു ഡെഫിനിഷൻ ടാബ് ആൻഡ് മാക്രോ നെയിം ഇൻ ടു നെയിം ടാബ്. ആ എൻട്രീസ് വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഡിഫൈൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ റൈറ്റ് സോഴ്സ് ലൈൻ ഇൻ ടു എക്സ്പാൻഡഡ് ഫയൽ. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി പറയാനുള്ളത് എന്താണ്? ഈ ഡിഫൈൻ എന്നുള്ളൊരു ഫംഗ്ഷനുണ്ട്. അതായത് ഈ ഓപ്കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡിഫൈൻ ചെയ്യണം. അതായത് അടുത്ത ലൈൻ ഒരു മാക്രോ ഡെഫിനിഷൻ എന്നുള്ള ലൈനാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻട്രീസൊക്കെ നമുക്ക് ഡെഫിനിഷൻ ടേബിളിനകത്തും അതുപോലെ എന്ത് ചെയ്യണം? വി ഹാവ് ടു എൻ്റർ ഇൻ ടു നെയിം ടാബ് ആൾസോ. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഡിഫൈൻ എന്നുള്ളത്. ഡിഫൈൻ പ്രൊസീജിയർ. എൻ്റർ മാക്രോ നെയിം ഇൻ ടു നെയിം ടാബ്. മാക്രോ നെയിം എന്ത് ചെയ്യണം? നെയിം ടാബിനകത്തോട്ട് എൻ്റർ ചെയ്യണം. എൻ്റർ മാക്രോ പ്രോട്ടോടൈപ്പ് ഇൻ ടു, ദറ്റ് ഈസ് ഹെഡിങ്, ഇൻ ടു ഡെഫിനിഷൻ ടാബ്. പിന്നെ ഇതിനകത്ത് കുറേ ലെവൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലെവൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഈ ലെവൽ എന്തിനാണ് ഇങ്ങനെ ലെവൽ എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഒരു മാക്രോ ഡെഫിനിഷനകത്ത് ഈ മാക്രോക്കകത്ത് തന്നെ എന്ത് ചെയ്യാം, വി ക്യാൻ ഹാവ് എ ഡെഫിനിഷൻ ഫോർ അതർ മാക്രോസ്. അങ്ങനെ ഇതിനകത്ത് പോസിബിളാണ്. വി ക്യാൻ ഡിഫൈൻ എ മാക്രോ ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി അനദർ മാക്രോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ macro 1, that is the name of the macro. Then some ampersand n1 comma ampersand p1 comma ampersand p2, some variables. Then we have some set of statements. Then inside this macro there is definition for another macro, that is possible. So there is a definition for another macro, macro 2, macro, then ampersand some q1 ampersand q2 etc. അപ്പോൾ അതിൻ്റെ ബോഡി ഉണ്ട്. അപ്പോൾ ഈ മാക്രോ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു എമ്മൻ്റ് ഉണ്ടായിരിക്കും. ഈ മാക്രോ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എമ്മൻ്റ് ഉണ്ട്. ഈ ഫസ്റ്റ് മെയിൻ മാക്രോ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ദർ ഈസ് അനദർ എമ്മൻ്റ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് മാക്രോ ഡെഫിനിഷൻ വിത്തിൻ ദി ബോഡി ഓഫ് അനദർ മാക്രോ. അപ്പോൾ ഇനി നമ്മൾ ഈ മാക്രോ ഇത്രയും പാർട്ട് ഈ മാക്രോയുടെ ബോഡിയാണ് അല്ലേ, ഇത്രയും പാർട്ടാണ് എന്ത്, ഇത്രയും പാർട്ട് ഒന്നിച്ചാണ് എന്ത് നമ്മുടെ ഫസ്റ്റ് ഔട്ടർ മാക്രോയുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുകൂടാതെ വേറൊരു മാക്രോൻ്റെ ഡെഫിനിഷനും ഉണ്ട്. ഇവിടെ വിൽ ഹാവ് ഡെഫിനിഷൻ ഫോർ അനദർ മാക്രോ. അപ്പോൾ ഇതിൻ്റെ ബോഡിയാണ് ഈ ഇന്നർ മാക്രോയുടെ. അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, മാക്രോ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്രോൻ്റെ ബോഡി എടുത്തിട്ട് നമ്മൾ ഡെഫിനിഷൻ ടേബിളിനകത്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നെയിം ടാബിനകത്ത് ഇതിൻ്റെ പേര് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ 2 പോയിൻ്റർ വെച്ചിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് ഒക്കെ മാർക്ക് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് അവർ, assume that this is our def tab. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ മാക്രോ 1ൻ്റെ ബോഡീനെ എന്ത് ചെയ്യണം, മാക്രോ 1ൻ്റെ ബോഡി ഇവിടെ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നെയിം ടാബിനകത്ത് നെയിം ടാബ്, ഈ നെയിം ടാബിനകത്ത് എന്ത് ചെയ്യണം, ഇതിൻ്റെ പേര് മാക്രോ 1 പിന്നെ 2 പോയിൻറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ടും എൻഡിങ്ങിലോട്ടുമൊക്കെ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം നെയിം ടാബിനകത്ത്. അത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മാക്രോയുടെ ബോഡിയുടെ എൻഡ് എങ്ങനെ മനസ്സിലാക്കുന്നത്, എമ്മൻ്റ് കാണുമ്പോഴാണ്. അപ്പോൾ ഈ മാക്രോയുടെ ഇത്രയും പാർട്ട് ഇതിൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലൈൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ലൈൻ എടുത്തിട്ട് ഇങ്ങനെ ഈ ഡെഫിനിഷൻ ടാബിനകത്തോട്ട് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്ത് പോവാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഇവിടെ എമ്മൻ്റ് കണ്ടു. എമ്മൻ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിക്കും, ഇതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് വരില്ല. ഈ എമ്മൻ്റ് ആക്ച്വലി എന്താണ്, ഇന്നർ മാക്രോയുടെ എൻഡാണ്. പക്ഷേ നമ്മളൊരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ലൈൻ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എമ്മൻ്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഫസ്റ്റ് എമ്മൻ്റിൽ തന്നെ സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഈ ഡെഫിനിഷൻ ടേബിളിനകത്തോട്ട് വരില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക മെക്കാനിസമാണ് ഇവിടെ ഒരു ലെവൽ എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെവൽ എന്നുള്ള വേരിയബിൾ എന്ത് ചെയ്യും, ഇനീഷ്യലി ലെവൽ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ എന്താക്കി കൊടുക്കും, നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഓരോ മാക്രോ ഡെഫിനിഷൻ വരുമ്പോഴും എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. എൻഡ് വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ 1 വെച്ച് ഡിക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇനീഷ്യലി എന്ത് ചെയ്യാണ്, നമ്മളിതിൻ്റെ വാല്യൂ ലെവൽ ഈസ് ഈക്വൽ ടു വീൽ സെറ്റ് ആസ് ലെവൽ ഈസ് ഈക്വൽ ടു മീൻസ് ലെവൽ ഈസ് ഈക്വൽ ടു 1.
ലെവൽ 1 ആക്കി സെറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അടുത്തൊരു മാക്രോ വന്നു കഴിഞ്ഞാൽ, മാക്രോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, മാക്രോ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലെവൽ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, അപ്പോൾ 2 ആവും. ഇനി എൻഡ് വന്നു കഴിഞ്ഞാൽ ലെവൽ ഡിക്രിമെൻ്റ് ചെയ്യും. അപ്പം വൈൽ വാല്യൂ ഓഫ് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ 0, ഇവിടെ ഒരു 0 കൂടിയുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ 0. ലെവൽ ഗ്രേറ്റർ ദാൻ 0, ഇവിടെ 0 വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, സോ വൈൽ ലെവൽ ഗ്രേറ്റർ ദാൻ 0 ഡു, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെവലിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, എക്സ്പാൻഷൻ, വീണ്ടും നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ആഡ് ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ എന്താ പറയുക, നെസ്റ്റഡ് ഡെഫിനിഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലെവൽ എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. സോ ഡിഫൈൻ്റെ കേസിൽ എൻ്റർ മാക്രോ നെയിം ഇൻ ടു നെയിം ടാബ്, നെയിം ടാബിനകത്തോട്ട് മാക്രോ നെയിം എൻ്റർ ചെയ്യുന്നു. മാക്രോ പ്രോട്ടോടൈപ്പ് ഇൻ ടു ഡെഫിനിഷൻ ടാബ്, ഫസ്റ്റ് അതിൻ്റെ ഹെഡിങ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ കൊടുക്കും. മാക്രോ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡിങ് ആണ് ഉദ്ദേശിച്ചത്. ഹെഡിങ് എടുത്തിട്ട് ഡെഫിനിഷൻ ടാബിനകത്ത് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും, ലെവൽ ഈസ് ഈക്വൽ ടു 1 ആക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. വൈൽ ലെവൽ ഗ്രേറ്റർ ദാൻ 0, ഇവിടെ 0 മിസ്സായിട്ട് പോയിട്ടുണ്ട്, നോക്കെ. വൈൽ ലെവൽ ഗ്രേറ്റർ ദാൻ 0 ഡു ബെഗിൻ ഗെറ്റ് ലൈൻ. അപ്പോൾ ഒരു ലൈൻ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലൈൻ എവിടെ നിന്നായിരിക്കും, എക്സ്പാൻഡിങ് ഓൺ അല്ല, അതുകൊണ്ട് ലൈൻ എവിടെ നിന്ന് എടുക്കും, സോഴ്സ് ഫയലിൽ നിന്ന് എടുക്കും. ഇൻപുട്ട്, അതായത് ഇതാണ് നമ്മുടെ സോഴ്സ് ഫയൽ എന്ന് വിചാരിക്കുക, സോഴ്സ് ഫയലിൽ നിന്ന് എടുത്തു. എന്നിട്ട് ദിസ് ഈസ് നോട്ട് എ കമൻറ്റ് ലൈൻ, കമൻറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കമൻറ്റ് ലൈൻ അല്ല എന്ന് വിചാരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ ദി പാരാമീറ്റേഴ്സ്, അപ്പോൾ ആ ലൈനിനകത്തുള്ള ഇതിന് പൊസിഷണൽ നൊട്ടേഷൻ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞു ആർഗ്യുമെൻറ്റ്സിന് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ മാർക്ക് 1, 2 അങ്ങനെയൊക്കെ ഇട്ടില്ലേ, അങ്ങനെയുള്ള പൊസിഷണൽ നൊട്ടേഷൻ എന്ത് ചെയ്യും, അവിടെ ഇട്ട് കൊടുക്കും ഫോർ ദി പാരാമീറ്റേഴ്സ്. ദെൻ എൻ്റർ ദി ലൈൻ ഇൻ ടു ഡെഫിനിഷൻ ടാബിൾ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ലൈനിനെ ഡെഫിനിഷൻ ടാബിളിനകത്തോട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, പ്രോട്ടോടൈപ്പ് ആഡ് ചെയ്തു, ഡെഫിനിഷൻ ടാബിളിനകത്തോട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇഫ് ഓപ്കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ, മാക്രോ വീണ്ടും ഒരു മാക്രോ ഡെഫിനിഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ലെവൽ ഒന്ന് കൂട്ടി കൊടുക്കണം. എമ്മൻ്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ലെവൽ മൈനസ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നെസ്റ്റഡ് കേസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതർവൈസ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ലൈൻ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും പൊസിഷണൽ വാല്യൂസൊക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ പാരാമീറ്റേഴ്സ്, ദെൻ എൻ്റർ ലൈൻ ഇൻ ടു ഡെഫിനിഷൻ ടാബ്. വീണ്ടും അടുത്ത ലൈൻ എടുക്കും, ദിസ് ഈസ് നോട്ട് എ കമൻറ്റ് ലൈൻ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ ദി പാരാമീറ്റേഴ്സ്, എൻ്റർ ഇൻ ടു ഡെഫിനിഷൻ ടാബ്. ഇതൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്, ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ മാക്രോ ഇത് വന്നു, ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്ന് വിചാരിക്കുക. അവിടെ എന്താണ്, ഒരു മാക്രോ ഡെഫിനിഷനാണ്. അപ്പോൾ ലെവലിൻ്റെ വാല്യൂ എന്താവും, ലെവൽ വിൽ ബിക്കം 1 എന്നുള്ളത് ഇപ്പോൾ 2 ആയിട്ടുണ്ടാവും. ഇനീഷ്യലി 1 ആയിരുന്നു, അത് ലെവൽ ഈസ് ഈക്വൽ ടു 2 ആവും. ലെവൽ ഈസ് ഈക്വൽ ടു 2 എന്നായി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ അല്ല എത്തുന്നത്, ലെവൽ ഈസ് ഈക്വൽ ടു 2 എത്തി. അപ്പോൾ ആ സംഭവം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, മാക്രോ M2 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഹെഡറൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ദിസ് ഈസ് നോട്ട് എ ഓക്കെ, പിന്നെ അടുത്ത ലൈൻ എടുത്തു. അങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ബോഡിയൊക്കെ ഇവിടെ വന്നു, അതിൻ്റെ ബോഡിയൊക്കെ ഇവിടെ വന്നു. വന്നിട്ട് അതിൻ്റെ എമ്മൻ്റ് വന്നു. ഇതിൻ്റെ എമ്മൻ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഓപ്കോഡ് ഈസ് ഈക്വൽ ടു എമ്മൻ്റ്, ദെൻ ലെവൽ ഈസ് ഈക്വൽ ലെവൽ -1. ലെവൽ എന്താവും, 1 ആയി. വീണ്ടും ഇനി വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, ഇതൊക്കെ എൻ്റർ ചെയ്യുന്നു, അങ്ങനെ പോന്നു. ഇനി ഈ എമ്മൻ്റ് വന്നു, ഇവിടുത്തെ ലാസ്റ്റ് എമ്മൻ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്ത് സംഭവിക്കും, ലെവൽ ഈസ് ഈക്വൽ ടു ലെവൽ -1, ലെവലിൻ്റെ വാല്യൂ 0 ആയി. അപ്പോൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, സ്റ്റോർ ഇൻ നെയിം ടാബ് പോയിൻറ്റേഴ്സ് ടു ദി ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ഡെഫിനിഷൻ. ഇത് ഈ സ്റ്റാർട്ടിങ്ങിലോട്ടും എൻഡിലോട്ടും എന്ത് ചെയ്യണം, പോയിൻ്റ് ചെയ്യിക്കണം നെയിം ടാബിനകത്ത്. അത്രയാണ് ഡിഫൈനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫൈൻ എന്നുള്ള കേസ് പറഞ്ഞു.
ഇനി വേറെ കേസ് വരുന്നത് എക്സ്പാൻഡ് എന്നുള്ള കേസാണ്. അതെപ്പോഴാണ് വരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഈ മെയിൻ കേസിൽ ഇവിടെ ഗെറ്റ് ലൈൻ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു, സെർച്ച് നെയിം ടാബ് ഫോർ ഓപ്പ് കോഡ്. നെയിം ടാബിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ അതിൽ പ്രസൻ്റ് ആണ്. അതായത് അതൊരു മാക്രോ കോളാണ്, ഡെഫിനിഷൻ അല്ല, മാക്രോ കോൾ അല്ലെങ്കിൽ മാക്രോ ഇൻവോക്കേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫൗണ്ട് ദാൻ എക്സ്പാൻഡ്. അപ്പോൾ നമുക്ക് എക്സ്പാൻഡിനെ വിളിക്കണം. ഇപ്പോൾ ഈ എക്സ്പാൻഡിനകത്ത് ആക്ച്വൽ എക്സ്പാൻഷനാണ് നടത്തുന്നത്. എക്സ്പാൻഡിനകത്ത് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എക്സ്പാൻഡിൻ്റെ കേസിൽ ബിഗിൻ എക്സ്പാൻഡിങ് ട്രൂ ആക്കി വെക്കും. ഓക്കെ, എക്സ്പാൻഡിങ് വിൽ ബി സെറ്റ് ആസ് ട്രൂ. ഗെറ്റ് ഫസ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഡെഫിനിഷൻ ടേബിളിനകത്ത് നിന്ന് എടുത്തിട്ടാണ് ഈ എക്സ്പാൻഷനൊക്കെ ചെയ്യുന്നത്. ഗെറ്റ് ഫസ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ, അതായത് പ്രോട്ടോടൈപ്പ് ആയിരിക്കും അത്, ഫ്രം ഡെഫിനിഷൻ ടാബ്. സെറ്റപ്പ് ആർഗ്യുമെൻറ്റ്സ് ഫ്രം മാക്രോ ഇൻവോക്കേഷൻ ഇൻ ആർഗ് ടാബ്. ആർഗ് ടാബ് എന്നുള്ള ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് എന്ത് ചെയ്യും? മാക്രോ ഇൻവോക്കേഷനുള്ള ആർഗ്യുമെൻറ്റ്സിനെ അതിനകത്ത് സെറ്റപ്പ് ചെയ്യും. വൈൽ മാക്രോ ഇൻവോക്കേഷൻ ടു എക്സ്പാൻഡഡ് ഫയൽ ആസ് എ ഓക്കെ റൈറ്റ് എന്നാണ്. ദിസ് ഇസ് നോട്ട് വൈൽ, ദിസ് ഇസ് ആക്ച്വലി റൈറ്റ്. then write macro invocation to the expanded file as a comment. നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു, അതായത് മാക്രോ ഇൻവോക്കേഷൻ ഒരു കമൻ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് വെറുതെ അവിടെ അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ വൈൽ നോട്ട് എൻഡ് ഓഫ് മാക്രോ ഡെഫിനിഷൻ. ഇതെവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഡെഫിനിഷൻ ടേബിളിനകത്താണ് ചെക്ക് ചെയ്യുന്നത്. ഗെറ്റ് ലൈൻ, ഒരു ലൈൻ എടുക്കും, പ്രോസസ് ലൈൻ, വീണ്ടും ഗെറ്റ് ലൈൻ, പ്രോസസ് ലൈൻ, ഗെറ്റ് ലൈൻ, പ്രോസസ് ലൈൻ, വൈൽ എൻഡ് ഓഫ് ദി മാക്രോ ഡെഫിനിഷൻ. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ ഗെറ്റ് ലൈനിൻ്റെ കേസിൽ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എക്സ്പാൻഡിങ് ഓൺ ആണല്ലോ. അപ്പോൾ എക്സ്പാൻഡിങ് ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യും? ഗെറ്റ് നെക്സ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ ഫ്രം ഡെഫിനിഷൻ ടാബ്. ഡെഫിനിഷൻ ടാബിൽ നിന്നാണ് എടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആർഗ്യുമെൻറ്റ്സ് ഫ്രം ആർഗ് ടാബ് ഫോർ പൊസിഷണൽ നൊട്ടേഷൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആർഗ്യുമെൻറ്റ് ടാബിളിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സിന് എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ ഡെഫിനിഷനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റിനകത്തും ഓരോ പൊസിഷണൽ വാല്യൂ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതാണ് ഗെറ്റ് ലൈനകത്ത് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പ്രോസസ് ലൈനിലോട്ട് വീണ്ടും പോകും. പ്രോസസ്സിനകത്ത് എന്താ പറയുന്നത്? ഇതാണ് പ്രോസസ് ലൈൻ. അവിടെ വീണ്ടും എന്ത് ചെയ്യും? ഇതേ പരിപാടികളൊക്കെ ചെയ്യും. വീണ്ടും ഒരു എക്സ്പാൻഷൻ വരികയാണെങ്കിൽ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. അതല്ല ഒരു ഡെഫിനിഷൻ വരികയാണെങ്കിൽ ആ ഡെഫിനിഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതല്ല സാധാ ലൈനാണെങ്കിൽ എന്ത് ചെയ്യും? റൈറ്റ് ദി സോഴ്സ് ലൈൻ ഇൻ ടു എക്സ്പാൻഡഡ് ഫയൽ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സോ ഗെറ്റ് ലൈൻ ആൻഡ് പ്രോസസ് ലൈൻ അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്? ഒരു ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, പിന്നെന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. അപ്പോൾ ആ എക്സ്പാൻഷനും ഡെഫിനിഷനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴേ നമുക്ക് ഈ നെസ്റ്റഡ് മാക്രോ ഡെഫിനിഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് എൻഡ് ഓഫ് ദി മാക്രോ ഡെഫിനിഷൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും, എക്സ്പാൻഡിങ് ഫോൾസ് ആക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ മാക്രോ പ്രോസസ്സർ അൽഗോരിതം എന്ന് പറയുന്നത്. ദിസ് ഇസ് എ സിംഗിൾ പാസ് അൽഗോരിതം. അപ്പോൾ അതിനകത്ത് കുറേ പ്രൊസീജിയേഴ്സ് പറഞ്ഞു, ഗെറ്റ് ലൈൻ പറഞ്ഞു, ദെൻ പ്രോസസ് ലൈൻ ഉണ്ട്, ഡിഫൈൻ ഉണ്ട്, എക്സ്പാൻഡ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ അൽഗോരിതം ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള അൽഗോരിതം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക.